ഹലോ, എങ്ങനെ പോണു ഗൈസ്? കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുമില്ല, നിങ്ങൾ വെറുതെ ഒരു ബ്ലോഗ് ഇടാന്നുള്ള നിലക്കെടുത്താണ്. സമയം നിങ്ങൾ നോക്കണം എത്ര എന്നുള്ളത്. 8:41 ബ്ലോഗ് ഇടാൻ പറ്റിയ നല്ല സമയം. ഒന്നുമില്ല, ഇന്നലെ ഒരു ചെറിയ കഥ കേട്ടോ. അതായത് കഥയല്ല, എൻ്റെ ലൈഫിൽ നടന്ന ഇൻസിഡൻറ്റ്. ഇന്നലെ ഇമ്മാൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫാമിലീസ് എല്ലാം മണിയും കൂടി ട്രിപ്പ് പോയപ്പോൾ കുഞ്ഞുമോനെ ഫാമിലീസ് കൂടെ നമുക്കൊരു മെമ്മറീസ് ഓരോന്നും ഉണ്ടാവുമല്ലോ. അതിൽ പറ്റൊരു മെമ്മറി പറയാം കേട്ടോ. ഞങ്ങൾ എല്ലാവരും പാടിയും ഒരു ബെഡിലാണ് കിടന്നത്. ഇപ്പം എല്ലാവരും പാടി എന്ന് പറഞ്ഞാൽ ഞാൻ, എൻ്റെ അമ്മോൻ്റെ 1 2 3 4 മക്കളും ഞാനും പിന്നെ മൂത്തമ്മാൻ്റെ ചേർക്കണം. ഞങ്ങളെല്ലാവരും പാടിയും ഒരു ബെഡിലാണ് കിടന്നത് കേട്ടോ. വേറെ ബെഡില്ലാത്തതുകൊണ്ടൊന്നല്ല, ഞങ്ങൾ വാശിക്കങ്ങോട്ട് കടന്നിട്ട് ഒരു കടത്തം കിടന്നു. അവിടെ അപ്പുറത്തൊരു ടി വി ഉണ്ടായിരുന്നു. ടി വി പോലും ഓഫാക്കിയില്ല. ടി വി ഓണാക്കി ഞങ്ങൾ കടന്നു. ഈ ടി വിയിലാണെങ്കിലോ ആ പോയ റിസോർട്ടിൽ ടി വിയിൽ റീചാർജും ചെയ്തില്ല. ഇത് കണ്ടിട്ട് തുടങ്ങി റീചാർജ് ചെയ്യുക. ഈ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ പറഞ്ഞ് വെച്ചാൽ കുടുങ്ങി. രാത്രി ഫുള്ള് ആ സാധനം ഓണായാൽ കടന്നിട്ട് ഉറക്കം കിട്ടണ്ടേ പണ്ടിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയും അത് വേറെ. ഇതൊക്കെ നമ്മൾ ഫാമിലീൻ്റെ ഒപ്പം പോകുമ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കുടുംബത്തൊക്കെ ഒരു വൈബാട്ടോ. അത് കഴിഞ്ഞിട്ടാണ്ട് ഞങ്ങൾ ഒന്നാമത് ഓഫാക്കാത്ത എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ബെഡ്, ഇപ്പോൾ ഈ ബെഡ് ഉണ്ടല്ലോ, ഇതേമാതിരി ഒറ്റ ബെഡുമ്പോഴാണ് ഞങ്ങളെല്ലാവരും കടന്നിട്ട്. അപ്പോൾ സ്ഥലം പോകുന്നുള്ള വാശിക്ക് ഞങ്ങൾ ഓരോരുത്തരും നീച്ചില്ല. ആ കടക്കുന്നിടത്ത് അവിടെയാണ് കടന്നു. ഒരൊരാൾ നീച്ചില്ല ആ ടി വി ഓഫാക്കാൻ. ടി വി പോട്ടേന്ന് വെക്കാം. പക്ഷെ വേറൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പുറത്ത് അതിൻ്റെ ഡോറ്, ഞങ്ങൾ കടന്ന റിസോർട്ടിൻ്റെ ഡോറ്, ഞങ്ങൾ കടന്ന റൂമിൻ്റെ ഡോറ് കേട്ടോ, റൂമിൻ്റെ ഡോർ ഓപ്പണാണ്. അപ്പുറത്തെ മെയിൻ ഡോറുണ്ട്, എക്സിറ്റും എൻട്രി വരുന്ന മെയിൻ ഡോറ്. ആ ഡോർ ഇടയ്ക്ക് ഞങ്ങൾ ക്ലോസ് ചെയ്തില്ല. എന്തിന്? വാശിക്ക്. നീച്ചൂല, ഒരാളും ബെഡിൽ നീച്ചൂല. നെച്ചാണെങ്കിൽ പൊടുക്കത്തെ പേടി. കാരണം ഇൻ കേസ് വല്ല ജന്തുക്കളോ വല്ല സാധനങ്ങളും കയറി വന്ന തീരുമാനമായില്ലേ. ഞാനിപ്പോൾ ഏതായാലും ഇങ്ങനെ നിന്നപ്പോൾ എൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോകളും വീഡിയോസും ഉണ്ട്. അപ്പോൾ എൻ്റെ തോഷിബിക്ക് കയറ്റാന്നുള്ള പ്ലാനിങ്ങൾ ഞാൻ നിൽക്കുകയാണ്. ടു കണ്ടിന്യൂ. ഓക്കെ, F1 അത് ചത്തുക്കണം. റീബൂട്ട് ചെയ്തിട്ടോ അവിടെ എടുത്തിടാം. സംഭവം രസമാണ്. നമ്മൾ റിലേറ്റീവ്സ് ആയാലും ഫാമിലീസ് ആയാലും അങ്ങനെയൊക്കെ കൂടുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുക, അതൊക്കെ വൈബാണ്. കാരണം എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഒരേ ടൈമിൽ ഒരേമാതിരി കൂടാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നമുക്ക് കൂടാൻ പറ്റുന്ന ടൈമിൽ എല്ലാവരും കൂടിക്കുമ്പോൾ രസമാണ്. ഈ സാധനം ഓണാവട്ടെ. ഇതിലാണ് എൻ്റെ സകല മെമ്മറീസും കിടക്കുന്നത്. കാരണം മെമ്മറീസ് മീൻസ് എടുത്ത ഫോട്ടോകൾ, വീഡിയോസ് മുതൽ സകലമായ സാധനങ്ങൾ ഇതിലുണ്ട്. പിന്നെ മറ്റൊരു ആപ്പാണ് ഉണ്ട്, ഒന്നാണ് കിടക്കുന്നുണ്ട്. അത് മെയിൻ വേറെ വല്ല പർപ്പസിന് യൂസ് ചെയ്യും. ഈ സാധനത്തിലാണ് ഞാൻ ഫോട്ടോസ്, വീഡിയോസ്, എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ വെക്കല്. കാരണം ഇതൊരു ഹാർഡ് ഡിസ്ക് ആയിക്കാണ്ട് അവിടെ കിടക്കുക എന്നുള്ളൂ. യൂസേജ് അങ്ങനെ വരുന്നത്. വേറെ ഇതിനെ കൊണ്ട് വലിയ പർപ്പസൊന്നും നടക്കില്ലല്ലോ. നമ്മളൊന്ന് ആലോചിക്കണം. 12 കൊല്ലം പഴക്കമുള്ള സാധനമാണ് ഈ കാണുന്നത്. 12 കൊല്ലം പഴക്കമുള്ള തോഷിബിൻ്റെ ലാപ്പാണ് ഈ കാണുന്നത്. ഈ പാസ്വേഡ് എടുക്കണം. സാധനം ഓണാവട്ടെ. വോയിസ് മേജർ കേട്ടോ. അവിടെ ഞാൻ മേജർ വോയിസ് അല്ല. എന്നാളിപ്പോൾ എന്തോ ഒരു ഇതിൽ മേജർ വോയിസ് എന്ന് കൊടുക്കുന്നത് വോയിസ് മേജറാക്കി പോയി. ഞാൻ ഉള്ള സാമാനം ഫുള്ള് എന്താ ഇതിൽ അറിയാം. നേരെ എൻ്റെ ഈ ഐഫോണിന് മനസ്സിലായല്ലോ, ഈ ഐഫോണിന് നേരെ ഞാൻ ടെലഗ്രാമൊക്കെ ഉള്ളു. എൻ്റെ 2 ടെലഗ്രാം അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ ഒന്നിക്ക് തള്ളും, അതായത് ഒന്നിന് സേവ് ചെയ്തുകൊണ്ട് അപ്പം എൻ്റെ മെയിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് ഞാൻ മറ്റേക്ക് തള്ളിയിട്ട് ഈ ലാപ്പിൽ ഒരു ടെലഗ്രാം ഓപ്പൺ ആക്കും. എന്നിട്ട് അതിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കണ്ടിട്ട് സേവ് ചെയ്യണം. വേറെ കുറേ മെത്തേഡ് ഉണ്ടാവുക. കാരണം ഞാൻ എന്താ വെച്ചാൽ ഒന്നാമത് എൻ്റെ കയ്യിൽ ഐഫോണാണ്. ഇതിൽ നിന്ന് എനിക്ക് ഫയൽ ട്രാൻസ്ഫർ നടത്തുക പറഞ്ഞാൽ കുറച്ച് മല്ലിക്കെട്ടുള്ള കേസാണ്. അതിൻ്റേതായൊരു മടി, ആ ഒരു കാരണം കൊണ്ട് മാറ്റിയില്ല, അത്ര തന്നെ. ലോഡിങ്ങിലാണ്, സ്റ്റിൽ ഓൺ ലോഡിങ്ങിലാണ്. ഇതാ കുറേ ഡോക്യുമെൻ്റ് ആക്കി വിട്ടാക്കതാ. ഇതവിടെ നിരന്ന് കിടക്കണം. ഇതിലേതൊക്കെ കുറേയാണ് ഞാൻ സേവ് ചെയ്ത് വെച്ചുക്കണോ, അതിന് നോക്കട്ടെ കേട്ടോ. അല്ല ഇതാണ്.
സംഭവം വൈബാട്ടെ. നമ്മൾ ഫാമിലീൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുമ്പോൾ ഓരോ മെമ്മറീസ് ഉണ്ടാക്കുമ്പോൾ ഇതൊരു വേറെ എൻ്റർടൈൻമെൻ്റ് ആണ്. എന്ന് ഇത് ഫുള്ളായിട്ട് നമ്മളെ കാര്യം മറന്നുകാണ്ട് വരെ പിന്നാലെ പോകണം എന്നതല്ല ഞാൻ പറഞ്ഞത്. എല്ലാം വേണം എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ? സാധനം ഇത്ര ലേഖനം ഉണ്ടാവും, പേടിക്കേണ്ട. കാരണം അത്ര പഴക്കമുണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ഒന്ന് മനസ്സിലാക്കണം, എത്രത്തോളം ഈ സാധനത്തിൽ പഴക്കമുണ്ട് എന്നുള്ളത്. ഏതൊന്ന് ഫോട്ടോ, ഏതൊക്കെ കുറേ ഫോട്ടോകളുണ്ട്. ഏതാണ് എങ്ങനെയാണ് എവിടുത്താന്നുള്ളത് ഒരേ ഐഡിയയില്ല. ഫസ്റ്റ് ഇതൊന്ന് റണ്ടറായി വരാനുള്ള ടൈമേ. ഒരു ഫോട്ടോ എപ്പോഴും സ്റ്റിൽ ലോഡിങ്. ഓക്കെ. പിന്നെ ഫോട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ കാട്ടാത്ത എന്താ വെച്ചാൽ ഒരുപാട് പ്രൈവസി ഇഷ്യൂസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഡയറക്റ്റ് ഫാമിലീസ്, എക്സാമ്പിൾ എൻ്റെ അമ്മ അപ്പ, ആ സെഗ്മെൻറ്റ് ഞാൻ കാട്ടാത്തതുകൊണ്ട് മറ്റു പല പ്രൈവസി ഇഷ്യൂ കൊണ്ട് തന്നെയാണ്. അതിനെ ഫ്യൂച്ചറിൽ റിവീൽ ചെയ്യും. സ്റ്റിൽ ഓൺ ലോഡിങ്. എൻ്റെ പൊന്നോ എന്തോട്ടോ അതിനകത്ത്. ഓക്കെ ഓക്കെ, ഇപ്പോൾ ഒരു ധാരണ കിട്ടി എവിടെ നിന്നൊക്കെയാണ് ഇനി സാധനം പൊങ്ങാനുള്ളത്. ഐ മീൻ സോറി, ഡൗൺലോഡ് ചെയ്യാനുള്ളത് എന്നുള്ളത്. ഇഷ്ടം പോലെ ഉണ്ട്. ബട്ടണൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്, ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഡൗൺലോഡ് ചെയ്താൽ സേവ് ആവണം. എന്നിട്ട് ഇനി അവിടുന്ന് പെറുക്കി എടുത്ത് ഓക്കെ ഓക്കെ. ആ ഇതുവരെയുള്ള ഓക്കെ ആണല്ലേ. കൊള്ളാം. ഇതൊക്കെ ചില ടൈമിൽ കാണാൻ ഇതിൽ ഈ സാധനം ഡൗൺലോഡ് ആവും, പക്ഷെ ഫയൽ മാനേജർക്ക് സേവ് ആവില്ല. ഇത് എവിടുത്തെ ഗ്ലിച്ചാണോ എന്നുള്ളത് തമ്പുരാനറിയാം. പക്ഷെ ഇന്ന് പറയാൻ കാരണം, ഇന്ന് വൈകുന്നേരം 3:30 നേരത്ത് ഞാൻ ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തു. ഡൗൺലോഡ് ചെയ്ത് വെച്ച് സേവ് ചെയ്യാൻ നോക്കുമ്പോൾ അപ്പം പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറയാം. എന്നുവെച്ചാൽ ഇത് പൊട്ടൂലേ, അവിടെ ഇട്ട് പോയതാണ്. അപ്പോൾ ഇതാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരുപാട് ടെക്നിക്കൽ ഗ്ലിച്ചുകൾ വരും. കാരണം ഇന്നിപ്പോൾ ഈ കമ്പനി പോലും ഇല്ല. അതായത് തോഷിബാറിൻ്റെ കമ്പനി ഉണ്ടോയെന്ന് പോലും ചെറിയില്ല, ലാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോയെന്ന് പോലും ചെറിയില്ല. അത്രയും വലിയൊരു കടക്കണിയിലേക്ക് പോയിക്കൊണ്ടു. ടി വികളുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ സമയം വെച്ച്, അതായത് ഡിസംബർ 26 2024 ഇന്ന് തോഷിബ ലാപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. പറയാൻ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ അധികം പേര് കേട്ടിട്ടില്ല. കാര്യമായിട്ട് കേൾക്കണ ഒന്നല്ലെങ്കിൽ മാക് ബുക്ക്, അല്ലെങ്കിൽ HP, അല്ലെങ്കിൽ ഡെല്ല്, അല്ലെങ്കിൽ ലെനോവ. ഇവരാണ് മെയിനായിട്ട്. അല്ലെങ്കിൽ അസ്യൂസ് കിട്ടും. അസ്യൂസ് മെയിൻലി വൻ പെർഫോമൻസ് ബേസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അത്ര അതൊന്നും തിങ്ക് ചെയ്യണ്ട. അപ്പം ഇവിടുത്തെ കേസ് ഇതൊക്കെയാണ്. ഇപ്പോൾ ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഞാൻ നേരത്തെ ഡൗൺലോഡിങ് ഇട്ടില്ല, എപ്പോഴും തീരുമാനമായിട്ടില്ല. സ്റ്റിൽ ഓൺ ലോഡിങ്. ഇതില്ല അവസ്ഥ. ഇതെപ്പം തീരുന്നുണ്ടോ ആവും. ഇത് തീർന്നിട്ട് വേണം ഇതൊക്കെ സേവ് ചെയ്യാം. ഇത് ഓരോന്നും പെറുക്കി സേവ് ചെയ്ത് കുറേ ഉണ്ട്. ഒക്കെ ഞാൻ സേവ് ചെയ്തേക്കും. അത് ഞാൻ ഇപ്പം എൻ്റെ ഫയൽ ഞാൻ കാട്ടിത്തരാം. ഇതിലിങ്ങനെ പോകണം. ഇതൊരു സെഗ്മെൻറ്റ് വേറെ, ഇതൊന്ന് കോപ്പി ചെയ്യാണ്ട്. ഓക്കെ, ഇവിടെ കട്ട് ചെയ്ത് കട്ട് ചെയ്യാനുള്ള ടൈമാണ്. എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ എന്തൊക്കെ അടുത്ത ഫയൽ കയറുന്നു ഞാൻ എടുത്തരാം. ഇവിടെ എൻ്റെയൊക്കെ ഒരു ഡീഫോൾട്ടറിൽ പോയാൽ ഈ ക്യാമറ സെഗ്മെൻ്റ് ഒക്കെയുള്ള ഇഷ്ടം പോലെ പ്രൈവസി ഇഷ്യൂ കൊണ്ടാണ് കാണിക്കാതെ പ്രോപ്പറായിട്ട് ക്ഷമിക്കണം തമ്പീസ്. അങ്ങനത്തൊരു ഫോക്കസ് ഇട്ടാണ് ഞാൻ എടുത്തരാം. ഉണ്ടല്ലോ, ഇത് ഇഷ്ടം പോലെ ഫോട്ടോസ് ഉണ്ട്. 1-2 ഇത് ഫോട്ടോ മാത്രമുള്ള ഒരു ഫോൾഡർ കേട്ടോ. അത് ഞാൻ അവിടെ ബ്ലറാക്കി ഒന്നും തോന്നരുത്, പ്രൈവസി ഇഷ്യൂ കൊണ്ട് മാത്രമാണ്. ഓക്കെ, അന്നേരം ഇത് ഫോട്ടോ മാത്രം. ഇത്രയും സ്റ്റെക്ക് മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഇത് ഈ 12 കൊല്ലത്തെ യൂസേജിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ ഒരുപാട് ചോറാം. ഇനിയിപ്പോൾ ഈ ഫയൽ സൈസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫയൽ സൈസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ തന്നെ നോക്കുക. 8 GB അടുത്ത് ടോട്ടൽ ഐറ്റംസ് കണ്ടോ. 8 GB അടുത്ത് ടോട്ടൽ ഐറ്റംസ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അത് വന്ന് അതിനെ നീ കാണുന്ന ഫുള്ള് കാണാൻ ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു. ഇത് മ്യൂസിക് ഏതൊക്കെയാണെന്നല്ല, ചാത്ത പാട്ടുകളൊക്കെയാണ്. പണ്ടത്തെ നമ്മളെ വൈബ് ഉണ്ടല്ലോ അതിനനുസരിച്ച്. പിന്നെ കുറേ വീഡിയോസ് ഞാൻ എന്ത് വെച്ചിരുന്നു. പിന്നെ വീഡിയോസൊക്കെ ഒഴിവാക്കി. എന്താ വെച്ചാൽ ഈ വീഡിയോസ് നമ്മൾ ഈ ഐഫോണിന് ഇതൊക്കെ മാറ്റി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ റെൻഡർ ചെയ്യാൻ നോക്കുമ്പോൾ ഈ സാധനം കടന്ന് സ്റ്റെക്ക് അടിച്ചു.
ചിലപ്പോൾ വീഡിയോ പ്രോപ്പറായിട്ട് പ്ലേ ആവില്ല, അതില്ലെങ്കിൽ സ്റ്റെക്ക് അടിച്ച് കിടക്കും, വോയിസ് ഇൻകറക്റ്റ് ആകാം, അതായത് ആക്ഷൻ കഴിഞ്ഞ ശേഷം വോയിസ് വരും, പിന്നെ വീഡിയോ സ്റ്റെക്ക് ആവും. അത് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാനാണോ എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, എനിക്ക് അതിനെക്കുറിച്ച് ധാരണ ഇല്ലാത്തതുകൊണ്ട്, ധാരണ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ആ ഫോൾഡറിനെ വീഡിയോ മൊത്തം ഇതിനാണ്ട് ഒഴിവാക്കി. എന്തിനാ വെറുതെ സ്റ്റോറേജ് കടന്നേക്കാണ്ട് ആ ലാഗ് അടിച്ചുന്ന സാധനം ഇങ്ങനെ ആക്കണം, എന്തിനാണ് വെറുതെ നമ്മൾ ഇടേണ്ട ആവശ്യം? അതൊക്കെ മൊത്തം ഒഴിവാക്കി. ഇനിയിപ്പോൾ ടെലഗ്രാം ഓക്കെ ആൾമോസ്റ്റ് ഒക്കെ ആയിക്കണു. നെറ്റിൻ്റെ ജസ്റ്റ് നീ ഇങ്ങോട്ട് ഫോക്കസ് ചെയ്യേണ്ടതൊന്നും തോന്നില്ലേ, ഈ ഫോട്ടോകളൊക്കെ അവിടെ കിടക്കും. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതൊക്കെ സെലക്ട് ചെയ്ത് സെപ്പറേറ്റ് തുടങ്ങി. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത സാധനം പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറയും. ഞാൻ ഇതിനൊക്കെ എന്താ വേണ്ടത്, കലി കയറുമല്ലോ വെച്ചാൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത സാധനം പിന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറയാം. അവിടെ കടന്നാൽ വെച്ചിട്ട് കലി കയറിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എനിക്കറിയില്ല ഇത് ടെലഗ്രാമിൻ്റെ ബഗ്ഗാണോ അതോ വേറെ എന്ത് തേങ്ങ എന്നുള്ള വെച്ച് മനസ്സിലാവില്ല. അവിടെ കേട്ടോ ഇവിടെ ഇപ്പോൾ ഒരു ഫോൾഡർ കിടക്കുന്നുണ്ട് 42 സൈസ് 42 KB സോറി MB. അതൊന്ന് അപ്ഡേറ്റ് ആയി. റീഫ്രഷ് അടിച്ചാൽ ഡൗൺലോഡ് ആവുന്നുണ്ട് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ഒന്നും അറിയണില്ല. അങ്ങനെ ഒരുപാട് ഫയൽ ഇതിൽ വേസ്റ്റഡായി കിടക്കുന്നുണ്ട്. ഇതൊക്കെ സേവ് ആയാൽ കൊള്ളാം. കാരണം നമ്മളിതൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് ഫയൽ മാറ്റി ഇവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് ഇതൊക്കെ റെൻഡർ പിന്നെ ഞാൻ ഈ ജാമ്പവൻ സാധനം ആയതുകൊണ്ട് ഒരു സാധനം കാട്ടിത്തരാം. ഇവിടെ വീഡിയോ ഇപ്പോഴാണ് പോയത്. ഈ സാധനം വർക്കിംഗ് ആണോ, ഫുൾ കണ്ടീഷന്, ഒന്നും പറയാനില്ല. ചില സമയത്ത് ഈ ലാപ്പിൻ്റെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ കല്ലി പൊട്ടും. പക്ഷെ എന്ത് ചെയ്യാൻ നാശാക്കാൻ പറ്റൂലല്ലോ, ക്ഷമിച്ച് നിൽക്കുക. അയ്യോ അപ്പോൾ ഇന്നടുത്ത കുറേ ഫോട്ടോസും വീഡിയോസ് ഞാൻ ഇതിക്ക് സെൻഡ് ചെയ്തില്ല. ഉള്ള ഫോട്ടോസും മൊത്തം ഞാൻ എടുത്തുകൊണ്ട് ഇനിയിപ്പോൾ ഇതിക്ക് അപ്ലോഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിക്ക് സേവ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മൾ ടെലഗ്രാമിന് ശേഷമൊക്കെ ക്ലിയറായി. ഇത് നേരെ കട്ട് കോപ്പി എടുക്കും. അവിടെ പോകുമ്പോൾ കാണാം ഏതൊക്കെ ഫയൽ കണ്ടിന്യൂസ് ആയിട്ട് കയറി പോകുന്നത്. കട്ട് ഡീഫോൾട്ടർ ഫോട്ടോസ് പ്രൈവസി ഇഷ്യൂ ഡബിൾ ടാപ്പ് ബെസ്റ്റ് തുടങ്ങി. സോ ഫാസ്റ്റ് തുടങ്ങി. 2 വട്ടം കയറിയാനാണ് എന്തൊക്കെ പറയേണ്ടത്. ഞാൻ അതിനെ സ്കിപ്പ് അടിക്കണം. ഏതൊക്കെ ഫോട്ടോ 2 വട്ടം വെച്ച് കയറിക്കോ. കാരണം ഞാൻ ഡൗൺലോഡ് ചെയ്തപ്പോൾ 2-3 വട്ടം ഡൗൺലോഡ് ചെയ്തു. അവിടെ നോക്കുമ്പോൾ ഡൗൺലോഡ് ആയ മാതിരി കാട്ടണില്ല. രണ്ടാമത് നോക്കുമ്പോൾ ഡൗൺലോഡ് ആയെന്ന് വരുന്നുണ്ട്. ടെക്നിക്കലി എന്തൊക്കെയാണ് ഇഷ്യൂ. സംഭവം രസമായിട്ട് റിസോർട്ട് പോയപ്പോൾ പൂളിൽ നീട്ടി കളിച്ചുമ്പോഴും നമ്മൾ പാട്ടിട്ട് എൻജോയ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ മറ്റു പല ഗെയിംസിൽ ഇടപെടുമ്പോഴും അതല്ലെങ്കിൽ അവിടെ ഫുള്ള് ചിക്കൻ ചുടലോ, അതാണ് മെയിൻ. ഞാൻ കണ്ടുതരാം. ചിക്കൻ ഓക്കെ കണ്ടല്ലോ, ചിക്കൻ ചുടലാണ് മെയിൻ. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ ചിക്കൻ ചുടലാണ്. അതൊക്കെ ഒരു വൈബ്, നാച്ചുറൽ വൈബ്. അതങ്ങനെ ഇന്നലത്തെ ലൈഫ് അങ്ങനെ പോയി. എന്നപ്പോൾ ഞങ്ങൾ പോയി 24-ാം തീയതി പോയിക്കാണ്ട് 24-ാം തീയതി രാവിലെ ഇവിടുന്ന് പോയിക്കാണ്ട് 24-ാം തീയതി ഉച്ചക്ക് അവിടെ എത്തി. 25-ാം തീയതി 10 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വേറെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അമ്മോൻ്റെ റിസോർട്ട് ഉണ്ട് ഇതേമാതിരി വയനാട്ടിൽ വർക്ക് നടക്കണം. അവിടെയൊക്കെ പോയി അവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ നോക്കി അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പിന്നെ അമ്മോൻ്റെ ഹോട്ടലിൽ തന്നെ പോയി ഫുഡും കഴിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പർപ്പസ് കഴിഞ്ഞു. ഇനി ഇതാണ്ടോ ഇത് ഞാൻ ഷട്ട് ഡൗൺ കിട്ടും. ഇപ്പോൾ ടൈം ഞാൻ കണ്ടിട്ടാണ് എത്ര സെക്കൻഡ് ഇപ്പോൾ 35. ഓക്കെ, ഇപ്പോൾ ഓഫായിട്ടില്ല സ്റ്റില്ലും. ഓക്കെ, 14:30 തുടങ്ങിയിട്ട് 14:50 ഈ സാധനം ഓഫാണ്. എത്രയും ടൈം എടുക്കുന്നുണ്ട്.
കാര്യമായിട്ടൊന്നുമില്ല ഇത് തന്നെ. അതായത് ഈ ലാപ്പിൻ്റെ സ്പെക്കത്തല്ല, സ്പെക്കർ ഞങ്ങൾ ആലോചിച്ച് നമ്മൾ കുറ്റം പറഞ്ഞാൽ ലിമിറ്റിന്, കാരണം 12 കൊല്ലത്തെ ഏജ് നമ്മൾ ഇതിന് മനസ്സിലാക്കണം. സോ അതിൻ്റെതായ ചൊറ. പിന്നെ വേറെ സാധനം കിട്ടുന്നുണ്ടൊക്കെ, ഇതല്ല ആപ്പാൻ്റെനും, ഇതും ആപ്പാൻ്റെ തന്നെയാണ്. ഇത് വലിയ ആപ്പാൻ്റെനും. പിന്നെ മൂപ്പര് വല്ല യൂസേജ് ഇല്ലാതെ ഇട്ടു എന്ന് കണ്ടപ്പോൾ ഞാൻ വല്ല എൻ്റെ സൈഡാക്കി എടുത്തു. പിന്നെ മൂപ്പർക്ക് ഇതിന്മേൽ യൂസേജ് ഇല്ല, അതങ്ങനെ ഒന്ന്. ഇനി വേറെ ലാപ്പ് ഉണ്ട് എൻ്റെ. ഇത് ഞാൻ വലിയ പർപ്പസിന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. കാരണം ഓവർ യൂസേജിൻ്റെയൊക്കെ ഈ സാധനം വരലുമില്ല. ഒരു മൊനത്ത് അവിടെ കഴിച്ചിരിക്കും തുടങ്ങിയോ. ഈ ബാഗ് നിന്നിട്ട് ഊരം കിട്ടണ്ടത്. ഞാൻ ക്യാമറ വെച്ച് ഒരുക്കെ ഞാൻ മൊനെ പുറത്തോട്ട് വരാം. വെറുതെ എന്നെ കൊണ്ട് മൽപ്പുറത്തും പിടിച്ചിട്ടുണ്ടോ. ഇതാ ഒരു ഡെല്ലുണ്ട്. ഇത് ചെറിയ ആപ്പാൻ്റാണ്. മൂപ്പര് അവിടുന്ന് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊടുക്കുന്നതാണ്. പിന്നെ മൂപ്പർക്ക് വലിയ യൂസേജും പർപ്പസും ഇല്ലാത്തതുകൊണ്ട് ഭരണം നോമായിട്ട് പിടിച്ചെടുത്തു. അല്ല എന്താ ഓണൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അല്ല വേണ്ട, ഓണായിട്ടില്ലെങ്കിൽ വേണ്ട, അവിടെ വേണ്ട. ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന തിരക്കില്ല കേട്ടോ. ഒരു ഏലിയൻസ് അഥവാ അന്യഗ്രഹ ജീവികൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഈ വേൾഡിൽ ഇല്ല എന്നുള്ളത് കുറച്ചൊരു വീഡിയോ എടുക്കുന്ന തിരക്കില്ലേനും. അത് തീരുമാനമായി മീൻസ് വീഡിയോ എടുത്ത് കഴിഞ്ഞു. എൻ്റെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ നടത്തണം. ഇവിടെ നമ്മൾ ചാറ്റ് GPT യൂസ് ചെയ്തുകൊണ്ട് ചാറ്റ് GPT വെച്ചുകൊണ്ട് ഫുള്ള് റിസർച്ച് മീൻസ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ചാറ്റ് GPTനോട് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചാൽ എല്ലാം പ്രോപ്പർ ആൻസർ ഉണ്ടാക്കിയിട്ട് അവിടെ വെക്കും. അത് റെഡ്മിൻ്റെ പാഡ്, ഇതിൻ്റെയൊക്കെ ലെനോവോ. ഈ റിംഗ് ലൈറ്റും ആ ഒരു സാമാന്യം വെച്ചുകൊണ്ടാണ് ബാക്കി വീഡിയോ. ഇതാണ് എൻ്റെ മാസ്റ്റർ സ്റ്റുഡിയോ. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ട് ഒരു ബെഡ്ഷീറ്റും ബെഡ്ഷീറ്റല്ല പുതപ്പും കിട്ടി അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളിൽ കിടപ്പ്. ഓ പിന്നെ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രിപ്പ് ഒന്നുമല്ല എൻജോയ് ചെയ്തു. കാരണം കുറേ കാലത്തിന് ശേഷം ഒന്ന് ഫ്രീ ആയി ട്രിപ്പൊക്കെ പോയി നമ്മൾ മൈൻഡ് ബ്ലോയിങ് ആയി ഒന്ന് എൻജോയ് ചെയ്ത് വരുന്നതെന്ന് പറയുമല്ലോ. ആ ടൈപ്പ് ഓഫ് ട്രിപ്പ് എനിക്ക് ഫീൽ ചെയ്ത്. ഐ മീൻ ഫാമിലി ബേസ് എന്ന് കേട്ടോ, ഫ്രണ്ട്സിൻ്റെ ബേസ് എന്നല്ല. ഫ്രണ്ട്സിൻ്റെ ബേസിൽ നമ്മൾ ഒരുപാട് പോയി പഠിച്ച് നടന്ന സ്റ്റോറികളും സിറ്റുവേഷൻസും ഉണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരില്ല, അത്രയും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനെ ബേസ് ചെയ്ത് പോയ സ്റ്റോറി നോക്കണേ എത്ര കണ്ടാവും തീർന്ന കഥ അതൊക്കെ. ഇത് ഫാമിലി ബേസ് നോക്കുമ്പോൾ ഇതിന് മുമ്പും ഫാമിലി ബേസിൽ നിന്ന് കുറേ പേക്കണം. പക്ഷെ അമ്മക്കൊരു തൃപ്തി, എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു വൈബ് അട്രാക്ഷൻ കിട്ടുന്നത് എൻ്റെ ഉമ്മാൻ്റെ അടുത്ത ഫാമിലിൻ്റെ പോകുന്നുണ്ട്. എന്താറില്ല, ഞാൻ അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ അഡോപ്റ്റ് ആയിരിക്കുന്നത് എല്ലാ സിറ്റുവേഷനിലും എല്ലാ സ്റ്റേജിലും. അതന്നെ ഇതിൻ്റെ ഓരോ ആയുധങ്ങളൊക്കെ എടുത്ത് വെക്കാം. ചാർജർ മുതൽ അവിടെ നിൽക്കും, ഞാൻ ചാർജർ വെക്കാം. ഓക്കെ കേട്ടോ, ചാർജർ മുതൽ ഓരോ കോപ്പ് വെന്ത മാരിയേക്കണം. എന്നാൽ അതിനെ മാത്രം പണിയെടുത്ത് വെച്ചാൽ പണിയെടുത്തിട്ടില്ല. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ മാതിരി എന്തിനോ വേണ്ടി കുറേ നടന്ന് തിളക്കണം. പർപ്പസ് ഉണ്ടായിട്ടില്ല, ടൈം പാസ്. ഈ സാധനം ഒരു ലോജിസ്റ്റിക്കൽ എന്ത് സാധനത്തിൻ്റെ കമ്പനി വേണ്ട, ലോജിടെക്. ഇതിൻ്റെ മൗസും കീബോർഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സാധനം വലിയ കുഴപ്പമില്ല, എന്നാൽ ഓക്കെ എന്നും പറയാം. പറഞ്ഞു മക്കളെ, എന്തായാലും ഒരു ടാബാ എന്നെ പേടിപ്പിച്ചാൻ വേണ്ടി ചെയ്യുന്നതായിട്ട്. അപ്പോൾ ഒന്നും പറയില്ല, ഇന്നത്തെ ദിവസം ഇങ്ങനെ കഴിഞ്ഞു. രാവിലെ ആയത് ഉറങ്ങിയില്ല. രാവിലെ നീച്ചപ്പോൾ വേറെ കഥ. രാവിലെ നീച്ചപ്പോൾ തലവേദനിച്ചിട്ടറിയോ, പക്ഷെ മൂഞ്ചി അവസ്ഥ, തലവേദന കൊണ്ട് പിന്നാലെ കൂടി ഒന്നിനും വെച്ചില്ല. എന്നാണെങ്കിൽ അയൽവാസികളുടെ മുടി അലച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പരിപാടി ബമ്പം പരിപാടി ഇങ്ങനെ അവിടെ നടന്നു. വലിയ ഫംഗ്ഷൻ ആയിക്കൊണ്ട് പെരുമ്പരിപാടി അവിടെ നടന്നു. പക്ഷെ അങ്ങോട്ട് പോകാനും പറ്റില്ല, തലവേദനയും ഓരോ മാങ്ങാത്തോലേക്കാണ് ഞാൻ ഇവിടെ നടന്നു ഇന്നങ്ങനെ. അപ്പോൾ ഏതെല്ലാം നമ്മൾ പുതിയ വീഡിയോ ഇനി വരുന്നുണ്ട്. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ.